ലാസ്റ്റ് മന്തിലെ സ്കാനിംഗ് റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഒരു പിടുത്തവും ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നും ഈ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയിട്ട് നമുക്ക് നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ഡെലിവറി ആണോ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹായ്, വെൽക്കം ടു നിയ ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പ്രഗ്നൻസിയിലെ അവസാന സ്കാൻ എന്ന് പറയുന്നത് 8ാം മാസത്തിൻ്റെ അവസാനമോ അല്ലെങ്കിൽ 9ാം മാസത്തിൻ്റെ തുടക്കത്തിലോ ഒക്കെ ആയിരിക്കും ഡോക്ടർ ഈ ഒരു സ്കാനിങ് ചെയ്യാനായിട്ട് പറയുന്നത്. വീക്ക് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 34 ആഴ്ചയ്ക്കും 36 ആഴ്ചയ്ക്കും ഇടയിലായിട്ടാണ് ഡോക്ടേഴ്സ് ഇത് ചെയ്യാനായിട്ട് പറയുന്നത്. ഓരോ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ഏതാഴ്ചയിൽ ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് സ്കാൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ടോ, കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റാണോ, പ്ലാസൻ്റയുടെ പൊസിഷൻ കറക്റ്റാണോ, കുഞ്ഞിൻ്റെ ഗ്രോത്ത് കറക്റ്റാണോ, നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ലാസ്റ്റ് സ്കാനിങ് എടുക്കുന്നത്. ഗർഭകാലത്ത് ലാസ്റ്റ് ഈ ഒരു സ്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് നോക്കാം. ഗർഭകാലത്ത് നടത്തിയിട്ടുള്ള ഏതൊരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും അതിൽ പ്രധാനമായിട്ടും കാണുന്ന ഒന്നാണ് EDD/LMB. അതായത് നമ്മളുടെ ലാസ്റ്റ് പീരിയഡ്സിൻ്റെ ഡേറ്റ് വെച്ചിട്ട് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് കണ്ടെത്തുന്നതിനെയാണ് ഈ ഒരു EDD/LMB എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് ഫീറ്റൽ പാരാമീറ്റേഴ്സ് ആണ്. ഇതിനുള്ളിൽ 4 കാര്യങ്ങൾ നോക്കും: BPD, HC, AC, FL. ഇതിൽ ആദ്യത്തേത് BPD ബൈപരേറ്റൽ ഡയമീറ്റർ ആണ്. അതായത് കുഞ്ഞിന്റെ സ്കള്ളിന്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് ഇത് നോക്കുന്നത്. നെക്സ്റ്റ് HC തലയുടെ ചുറ്റളവ്, അത് കഴിഞ്ഞ് AC വയറിന്റെ ചുറ്റളവ്, FL ഹ്യൂമറൽ ലെങ്ത് ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞിന് എത്ര ആഴ്ചയായി എന്ന് നോക്കുന്നത്. ഇതിനെ നമ്മൾ ജസ്റ്റേഷണൽ ഏജ് ബൈ USG എന്നാണ് പറയുന്നത്. ഇതിൽ ജസ്റ്റേഷണൽ ഏജ് ബൈ LMBയും ജസ്റ്റേഷണൽ ഏജ് ബൈ USGയും കണക്കാക്കും. അതായത് ജസ്റ്റേഷണൽ ഏജ് ബൈ LMB എന്ന് പറയുന്നത് നമ്മുടെ പീരിയഡ്സിന്റെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിന് എത്ര ആഴ്ചയായിട്ടുണ്ട് എന്നും, ജസ്റ്റേഷണൽ ഏജ് ബൈ USG എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഫീറ്റൽ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് കുഞ്ഞിന് എത്ര ആഴ്ചയായിട്ടുണ്ട് എന്ന് കണക്കാക്കുന്നതാണ്. ഈ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റേഷണൽ ഏജ് ബൈ LMBയും ജസ്റ്റേഷണൽ ഏജ് ബൈ USGയും തമ്മിൽ 2 ആഴ്ച വരെ ഡിഫറൻസ് ഉണ്ടാകും. ഇത് നോർമലാണ്. അതുപോലെ തന്നെ ഫീറ്റൽ പാരാമീറ്റേഴ്സിൽ ചിലപ്പോൾ 1-2 ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കും. അതായത് HC, AC, FL ഒക്കെ 1-2 ആഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ഉണ്ടായിരിക്കും. അത് നോർമലാണ്. ജസ്റ്റേഷണൽ ഏജ് ബൈ USG വെച്ചിട്ടാണ് ജസ്റ്റേഷണൽ ഏജ് ബൈ EDD കണക്കാക്കുന്നത്. നെക്സ്റ്റ് കുഞ്ഞിന്റെ പൊസിഷൻ ആണ്. അതായത് യൂട്രസിനുള്ളിൽ കുഞ്ഞ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഒരു 34 ആഴ്ച കഴിയുമ്പോഴേക്കും കുഞ്ഞ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സെഫാലിക് പൊസിഷനിലേക്ക് വരാറുണ്ട്. അതായത് കുഞ്ഞിന്റെ തല താഴെയും കാല് മുകളിലായിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് കുഞ്ഞ് വരാറുണ്ട്. ഇനി നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോൾ കുഞ്ഞിന്റെ പൊസിഷൻ സെഫാലിക് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചില കുഞ്ഞുങ്ങൾ ഡെലിവറി അടുക്കുന്ന ആ ഒരു സമയത്തായിരിക്കും സെഫാലിക് പൊസിഷനിലേക്ക് വരുന്നത്. സെഫാലിക് പൊസിഷന് പകരം ചിലരുടെ റിപ്പോർട്ടിൽ ബ്രീച്ച് പൊസിഷൻ ആയിരിക്കും നൽകിയിട്ടുണ്ടായിരിക്കുന്നത്. അതായത് കുഞ്ഞിന്റെ തല മുകളിലും കാല് താഴെയുമായിട്ടുള്ള ഒരു പൊസിഷനാണ് ബ്രീച്ച് പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ചിലരുടെ സ്കാനിങ് റിപ്പോർട്ടിൽ ട്രാൻസ്വേഴ്സിലായി എന്നുള്ള പൊസിഷനിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് കുഞ്ഞ് ക്രോസ് ആയിട്ടാണ് കിടക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെലിവറി അടുക്കുന്ന ടൈം ആയിട്ടും കുഞ്ഞിൻ്റെ പൊസിഷൻ ബ്രീച്ചോ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷനോ ഒക്കെ ആണ് എങ്കിലും നിങ്ങൾക്ക് C-സെക്ഷൻ ഡെലിവറി ആയിരിക്കും നടക്കുന്നത്. നെക്സ്റ്റ് സ്കാനിങ് റിപ്പോർട്ടിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടത് കാർഡിയക് ആക്ടിവിറ്റീസ് ആണ്. അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നതാണ് നോക്കി മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ നോക്കുമ്പോൾ ഗുഡ് എന്നോ പ്രസന്റ് എന്നോ ഒക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിലരുടെ സ്കാനിങ് റിപ്പോർട്ടിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കൂടെ എഴുതിയിട്ടുണ്ടായിരിക്കും. FHR എന്നാണ് എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. FHR 110 to 160 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ഇത് നോർമൽ ആണ്. ഇതിൽ കുറച്ച് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുന്നതും നോർമലാണ്. നെക്സ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ആണ്. ഇത് പ്രസന്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. കുഞ്ഞിന്റെ അനക്കം നല്ലതുപോലെയാണ് നടക്കുന്നത് എങ്കിൽ പ്രസന്റ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കുന്നത് പ്ലാസന്റയുടെ പൊസിഷൻ ആണ്. ഈ ഒരു പ്ലാസന്റ പൊസിഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി നടക്കുമോ C-സെക്ഷൻ ഡെലിവറി നടക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഈ ഒരു പ്ലാസന്റയുടെ പൊസിഷൻ നോക്കിയിട്ട് ഡോക്ടർ നേരത്തെ തന്നെ മുൻകൂട്ടി പറയുന്നതാണ് നിങ്ങൾക്ക് സിസേറിയൻ ഡെലിവറി ആയിരിക്കുമോ അതോ നോർമൽ ഡെലിവറി ആയിരിക്കുമോ എന്നുള്ള കാര്യം. പ്ലാസന്റ പൊസിഷൻ 4 വിധത്തിലാണ് ഉള്ളത്: ഫണ്ടൽ,
ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ലോ ലൈൻ. നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഫണ്ടലോ അല്ലെങ്കിൽ ആൻറ്റീരിയറോ അല്ലെങ്കിൽ പോസ്റ്റീരിയറോ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ലോ ലൈൻ പ്ലാസൻ്റ ആണ് എങ്കിൽ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിർണ്ണയിക്കുന്നത്. പ്ലാസൻ്റ ഫണ്ടലാണെങ്കിൽ യൂട്രസിൻ്റെ മുകളിലായിട്ടാണ് പ്ലാസൻ്റ സ്ഥിതി ചെയ്യുന്നതെന്നാണ്. പോസ്റ്റീരിയർ പ്ലാസൻ്റ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ പുറകുവശത്തായിട്ടാണ് പ്ലാസൻ്റ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ആൻറ്റീരിയർ പ്ലാസൻ്റ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ മുൻവശത്തായിട്ടാണ് പ്ലാസൻ്റ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ലോ ലൈൻ പ്ലാസൻ്റ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ താഴ്വശത്തായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ടോ ഒക്കെ നീങ്ങിയിട്ടായിരിക്കും ഈ ഒരു ലോ ലൈൻ പ്ലാസൻ്റ ഇരിക്കുന്നത്. ചിലർക്ക് പ്ലാസൻ്റ പ്രീവി എന്നായിരിക്കാം എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. പ്ലാസൻ്റ പ്രീവി എന്ന് വെച്ചാൽ പ്ലാസൻ്റ ഗർഭാശയ മുഖത്തെ പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുന്നതിനെയാണ് പ്ലാസൻ്റ പ്രീവി എന്ന് പറയുന്നത്. ഇത് ഗ്രേഡ് അനുസരിച്ചാണ് നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ഡെലിവറിയിലേക്കാണോ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഗ്രേഡ് 3ഓ 4ഓ ഒക്കെ ആണെങ്കിൽ സി സെക്ഷൻ ഡെലിവറി ആയിരിക്കും നടക്കുന്നത്. നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ പ്ലാസൻ്റ പ്രീവി ആണ് അല്ലെങ്കിൽ ലോ ലൈൻ പ്ലാസൻ്റ ആണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം, ഇല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ബ്ലീഡിംഗ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവലാണ്. ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ലിക്കർ വോളിയം എന്നായിരിക്കും. നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ നോർമൽ, ആഡ്വക്കേറ്റ് എന്നൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. ഈ സ്കാനിംഗ് കഴിയുമ്പോൾ ചിലരോടൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഫ്ലൂയിഡ് കൂടുതലാണ്, ഫ്ലൂയിഡ് കുറവാണെന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. ഇനി നിങ്ങൾക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവാണ്, ഡീഹൈഡ്രേഷൻ മൂലമാണ് ഇങ്ങനെ കുറവ് വന്നതെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് AFI എന്നാണ്. AFI നോർമൽ എന്ന് പറയുന്നത് 5 to 25 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടത് OS ക്ലോസ് ആണോ ഓപ്പൺ ആണോ എന്നതാണ്. ഈ ഒരു സമയത്ത് OS ക്ലോസ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അതായത് ഗർഭാശയ മുഖം ഡെലിവറിയോട് അടുക്കുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് OS ഓപ്പൺ ആകേണ്ടത്. അടുത്തത് ഫീറ്റൽ വെയിറ്റ് ആണ്. അതായത് കുഞ്ഞിന്റെ വെയിറ്റ് ഇത്ര ഗ്രാം എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരു 2600 ഗ്രാമാണ് കുഞ്ഞിന്റെ വെയിറ്റ് എഴുതിയിട്ടുള്ളത് എങ്കിൽ തൊട്ടടുത്തായിട്ട് പ്ലസ് ഓർ മൈനസ് ഒരു 200 ഗ്രാം കൂടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈ 2600 ഗ്രാമിൽ കുറവോ ചിലപ്പോൾ 200 ഗ്രാം കുറവോ 200 ഗ്രാം കൂടുതലോ ആയിരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് എടുക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ വെയിറ്റ് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. ഇനി ഈ ഒരു സ്കാനിംഗ് എടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറയാറുണ്ട്. കുഞ്ഞിന്റെ വെയിറ്റ് കൂടുതലാണ് എങ്കിൽ നോർമൽ ഡെലിവറി നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്നത്. കുഞ്ഞിന്റെ വെയിറ്റ് കൂടിയ കാരണത്താൽ നോർമൽ ഡെലിവറി നടക്കേണ്ടത് ചിലപ്പോൾ സി സെക്ഷൻ ഡെലിവറിയിലേക്ക് പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നോർമലായിട്ട് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 2.5 to 3.6 kg വെയിറ്റിന് ഉള്ളിലായിട്ട് കുഞ്ഞിന് വെയിറ്റ് ഉണ്ടായിരിക്കണം. ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാകും. നെക്സ്റ്റ് സ്കാനിംഗ് റിപ്പോർട്ട് നോക്കി മനസ്സിലാക്കേണ്ടത് പ്ലാസൻ്റ ഗ്രേഡ് മെച്യൂരിറ്റി ആണ്. പ്ലാസൻ്റ ഗ്രേഡ് മെച്യൂരിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് സെർവിക്കൽ ലെങ്ത് ആണ്. സെർവിക്കൽ ലെങ്ത് എത്രയാണെന്ന് നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡെലിവറിയോട് അടുക്കുന്ന സമയമാകുമ്പോൾ സെർവിക്സ് സോഫ്റ്റ് ആവുകയും ഷോർട്ട് ആവുകയും ചെയ്യുന്നതാണ്. ഇത് നോർമലാണ്. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് സ്കാനിംഗ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടത്. ഏകദേശമുള്ള ഡൗട്ടുകൾ നമുക്ക് ഈ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്